സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ സൃഷ്ടിച്ചത് പ്രവാസികളാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് എം ലിജു പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രവാസി അവകാശ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം ലിജു. കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ സൃഷ്ടിച്ചത് പ്രവാസികളാണെന്നും എന്നാൽ ആ പ്രവാസികൾക്ക് രാജ്യവും സംസ്ഥാനവും വേണ്ട പരിഗണന നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറിയും രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ അഡ്വക്കേറ്റ് എം ലിജു അഭിപ്രായപ്പെട്ടു. 60 കഴിഞ്ഞ പ്രവാസികൾക്ക് ഉപാധികൾ കൂടാതെ ക്ഷേമ പെൻഷൻ അനുവദിക്കുക, പുനരധിവാസ പദ്ധതികൾ ലളിതവും സുതാര്യവുമാക്കുക, 2024 ബഡ്ജറ്റിൽ നിർദ്ദേശിച്ച പെൻഷൻ വർധന ഉടൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രവാസി അവകാശ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രംഗം അത്ര ശക്തമല്ലെങ്കിലും സാമൂഹിക ഘടകങ്ങളിൽ വിദ്യാഭ്യാസത്തിലാകട്ടെ, ആരോഗ്യത്തിലാകട്ടെ, മറ്റ് സാമൂഹിക ഘടകങ്ങളിലും കേരളം നേടിയ വളർച്ചയുടെ യഥാർത്ഥ കാരണം തങ്ങളുടെ യൗവനവും ജീവിതവും വിദേശങ്ങളിൽ ഒരിടത്തിൽ ഹോമിക്കുക തന്നെ ചെയ്ത പ്രവാസികൾ അയച്ച പണമാണ് കേരള സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെയാണ് നമ്മുടെ നാടിന് നല്ല സ്കൂളുകളുണ്ടായത്, നല്ല ആരോഗ്യ സ്ഥാപനങ്ങളുണ്ടായത്, വീടുകൾ ഓലമാറി ഓടായത്, പിന്നീട് വാർഗ കെട്ടിടങ്ങളായത്, പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കഴിച്ചത്, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തത്. അങ്ങനെ കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് പ്രവാസികളാണ്. പക്ഷേ ആ അടിത്തറ സൃഷ്ടിച്ച പ്രവാസികൾക്ക് ഇന്ത്യൻ സമൂഹവും കേരള സമൂഹവും ആവശ്യമായ പിന്തുണ നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണയിൽ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നസീം ചമ്പകപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് മരിയാപുരം ശ്രീകുമാർ, എ ഷുക്കൂർ, എം ജെ ജോബ്, കോൺഗ്രസ് അമ്പലപ്പുഴ ബ്ലോക്ക് പ്രസിഡന്റ് സി വി മനോജ് കുമാർ, ബഷീർ കോയാപ്പറമ്പൻ, മാത്യു കൂടാരത്തിൽ, യു എം കബീർ, ഉണ്ണികൃഷ്ണൻ, ഐ ടി സലാം, ഫസീല ബീഗം, മുഹമ്മദ് ഗുൽഷൻ, ഷാജി ജമാൽ, ഇക്ബാൽ നൂറുദ്ദീൻ, യൂസഫ് കുഞ്ഞ്, സത്താർ, സുരേഷ് ബാബു, സുരേഷ് കുമാർ, ജോസ് ജോർജ്, നിസാർ അമ്പലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ഉപാധ്യക്ഷൻ ജെ നാസർ സ്വാഗതം പറഞ്ഞു. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ ലഭ്യമാക്കുന്നതിനും റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷനായ കമ്മീഷനെ നിയമിക്കണമെന്ന ആവശ്യവും പ്രവാസി അവകാശ ധർണയിൽ ഉന്നയിച്ചു.